ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു JS ക്രിയേഷൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇതിനായിട്ട് നമുക്ക് 1.5 മീറ്റർ തൊട്ട് 2 മീറ്ററിൻ്റെ മെറ്റീരിയലാണ് ആവശ്യം വരുന്നത്. നമ്മുടെ ഹൈറ്റ് കുറയുന്നതനുസരിച്ച്, നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത്ത് കുറയുന്നതനുസരിച്ച് നമുക്ക് മെറ്റീരിയലും കുറച്ചെടുത്താൽ മതിയാവും. ഞാൻ ഇന്നിവിടെ 2 മീറ്ററിൻ്റെ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് മെറ്റീരിയൽ മടക്കിയിടുന്ന മെത്തേഡ് നോക്കാം. ഇതുവരെ എല്ലാ പാൻറ്റിൻ്റെ കട്ടിങ്ങിനും നമ്മൾ മെറ്റീരിയൽ 4 ആയിട്ടാണ് മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പാൻറ്റിൻ്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ആണ് വെട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ എടുത്തേക്കുന്ന മെറ്റീരിയലിനെ വിഡ്ത്ത് വൈസ് ആണെങ്കിലും ലെങ്ത്ത് വൈസ് ആണെങ്കിലും ഒരു മടക്ക് മാത്രം മടക്കിയിട്ട് കൊടുത്താൽ മതി. നമ്മൾ എടുത്തേക്കുന്ന മെറ്റീരിയലിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് ഈ പാൻറ്റിന് നമുക്ക് വിഡ്ത്ത് വൈസും മടക്കിയിട്ട് കൊടുക്കാം, ലെങ്ത്ത് വൈസും മടക്കിയിട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ പാൻറ്റിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ഒരു പാൻറ്റിന് വേണ്ട കാൽക്കുലേഷൻ്റെ ചാർട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു 36 ഇഞ്ച് ഹിപ്പ് സൈസ് വരുന്ന ഒരു പാൻറ്റാണ് ഇന്ന് വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 34/4, നമുക്ക് 9 ഇഞ്ചാണ്. പ്ലസ് 2 ഇഞ്ച് ലൂസ് കൊടുക്കണം. ഈ പാൻറ്റ് ഒരുപാട് ലൂസായിട്ട് നമുക്ക് കിടക്കരുത്, ജസ്റ്റ് ചെറിയൊരു ലൂസ് കിട്ടിയാൽ മതി. അപ്പോൾ ഹിപ്പ് റൗണ്ട് എന്നുള്ളത് നമുക്ക് 11 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ അടുത്തത് ക്രോച്ച് ലെങ്ത് ആണ്. നമുക്ക് ഹിപ്പ് റൗണ്ട് എത്രയാണോ കിട്ടിയത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 13 ഇഞ്ചാണ്. അതായത് ഹിപ്പ് റൗണ്ട് 11 പ്ലസ് 2 13 ഇഞ്ച്. ഇതായിരിക്കണം ക്രോച്ചിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ക്രോച്ച് വിഡ്ത്ത് ഞാൻ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ട പാൻറ്റിൻ്റെ ലെങ്ത്, അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് റെഡി അളവ് 32 ആണ്. മുകളിൽ 2 ഇഞ്ച് എലാസ്റ്റിക്കിന് മടക്കിയടിക്കാനും താഴെ സൈഡിൽ ചെറിയൊരു ഓപ്പൺ വരുമല്ലോ, അതിനായിട്ട് 3 ഇഞ്ചുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് 3ഉം കൂട്ടിയിട്ട് നമുക്ക് 37 ഇഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ത് എടുക്കേണ്ടത്. അതായത് 32 ഇഞ്ചാണ് കറക്റ്റ് റെഡി അളവ്. മുകളിലെ എലാസ്റ്റിക്കിൻ്റെ 2 ഇഞ്ചും താഴെ മടക്കിയടിക്കാനുള്ള 3 ഇഞ്ചും കൂട്ടിയിട്ടാണ് 37 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഏത് അളവ് നിങ്ങൾ എടുത്താലും ഇതേപോലെ മുകളിൽ 2 ഇഞ്ചും താഴെ 3 ഇഞ്ചും എക്സ്ട്രാ കൊടുത്ത് മാർക്ക് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് 37 ഇഞ്ച് ലെങ്ത് ഉള്ളത് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി അടുത്തത് എലാസ്റ്റിക് വെക്കാനുള്ള 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇനി പാൻറ്റിൻ്റെ താഴെ ഏറ്റവും എൻഡിൽ നമ്മൾ മടക്കിയടിക്കാനുള്ളതാണ്. സൈഡിൽ സ്ലിറ്റ് വെച്ച് മടക്കിയടിക്കാനായിട്ട് നമ്മൾ 3 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തേക്കണ ഈ 2 ലൈനിൻ്റെയും ഇടയ്ക്കുള്ള പോർഷനാണ് നമുക്ക് പാൻറ്റിന് വേണ്ട ലെങ്ത്തിൻ്റെ റെഡി അളവ്. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാൻറ്റിൻ്റെ ഹിപ്പ് റൗണ്ട് ആണ്. 36 ഇഞ്ച് പാൻറ്റിൻ്റെ ഹിപ്പ് റൗണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 11 ഇഞ്ചാണ്. നമ്മൾ എലാസ്റ്റിക്കിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത സ്ഥലത്ത് 11 ഇഞ്ച് ഹിപ്പ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രോച്ച് ലെങ്ത് ആണ്. 11 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂട്ടി 13 ഇഞ്ചാണ്. നമ്മൾ ഹിപ്പ് റൗണ്ട് എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടം വെച്ച് ക്രോച്ച് ലെങ്ത് 13 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. അത് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അതിനായിട്ട് ജസ്റ്റ് ഇവിടെയും 11 ഇഞ്ച് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഇപ്പോൾ ഇവിടെ ക്രോച്ച് ലെങ്ത്തിൻ്റെ പോയിന്റ് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കാം. ഇനി ക്രോച്ച് വിഡ്ത്ത് ആണ്. നമ്മൾ എവിടെയാണോ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് 2 ഇഞ്ചാണ് ക്രോച്ച് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അടുത്തത് ക്രോച്ച് ഷേപ്പ് വരയ്ക്കാനായിട്ട് 1 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ ചെറിയൊരു ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി ഈ ക്രോച്ച് വിഡ്ത്തിൻ്റെ അവിടെ ഞാൻ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, കുറച്ച് ലൂസ് കിട്ടാനായിട്ട്. അല്ല നിങ്ങൾക്ക് അത്രയും ലൂസ് വേണ്ടെങ്കിൽ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ക്രോച്ച് ലെങ്ത്ത് 13ഉം എലാസ്റ്റിക്കിനായിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുത്തിരുന്നത്. ഇത് രണ്ടും കൂടി നമുക്ക് 15 ഇഞ്ചാണ്. ഇതേ 15 അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 2 പോയിന്റും കൂടെ കൂട്ടി യോജിപ്പിച്ച് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനുണ്ട്. അപ്പോൾ അളവ് മിസ്സാവാതിരിക്കാനായിട്ടാണ് ഞാൻ അവിടെയും 15 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇനി ഈ 2 പോയിന്റും കൂടെ ചേർത്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി തയ്യൽ തുമ്പ് കൂട്ടാതെ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തണം. നമുക്ക് 13 ഇഞ്ചാണ് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ നീളം. അപ്പോൾ 6.5 ഇഞ്ചാണ് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഈ മിഡ് പോയിൻ്റ് 2 സൈഡിൽ നമുക്ക് 6.5 ഇഞ്ചാണ് നീളം കിട്ടുന്നത്. ഇതേ 6.5 ഇഞ്ച് നമ്മുടെ പാൻറ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം.
എന്നിട്ട് ഈ 2 പോയിന്റും കൂടെ കൂട്ടി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ 3 ഇഞ്ച് 3 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഏറ്റവും താഴെ നമ്മുടെ ആംഗിൾ ഭാഗത്ത് വരാൻ പോകുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 സൈഡിൽ നമ്മൾ 3 ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചാണ് നമുക്ക് താഴെയുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ 2 ലൈനും കൂട്ടി യോജിപ്പിച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ കാലിൻ്റെ ഷേപ്പ് വരുന്നത്. ഇതിൻ്റെ താഴോട്ട് വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഈ 3 ഇഞ്ച് നമ്മൾ വരച്ചു കൊടുത്താൽ മതി. അത് മടക്കി അടിക്കാനുള്ള പോർഷനാണല്ലോ. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റിലും സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ക്രോച്ച് വിഡ്ത്തിൽ നിന്നും താഴോട്ടുള്ള പോയിന്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടല്ല വരയ്ക്കേണ്ടത്. നമ്മുടെ സ്കെയിലിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ചെറിയ ഷേപ്പ് വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലേ, അത് ഇതേപോലെ 2 പോയിന്റുകളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. ഇതുപോലത്തെ സ്കെയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കൈ കൊണ്ട് തന്നെ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ചെറിയൊരു ഷേപ്പ് വരുന്ന രീതിക്ക് ഇത് വരച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലേ, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ സ്ട്രെയിറ്റ് ലൈനാണ്, നമ്മുടെ ക്രോച്ച് വരുന്ന അവിടെ ചെറിയൊരു ഷേപ്പിലാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ മാർക്ക് ചെയ്തത് നമ്മുടെ സിഗരറ്റ് പാൻറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ മാർക്കിംഗ് ആണ്. ഈ പാൻറ്റിന് നമുക്ക് വേണ്ട ഹിപ്പ് റൗണ്ട് 11 ആയിരുന്നു. താഴെ ക്രോച്ച് വിത്തും കൂടെ 2 ഇഞ്ച് കൂട്ടിയെടുത്തപ്പോൾ 13 ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. ക്രോച്ച് ഷേപ്പിനായിട്ട് നമ്മൾ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി താഴെ നമ്മുടെ ആംഗിൾ വിഡ്ത്ത് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് പോയിന്റിൻ്റെ 2 സൈഡിലും 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡിലെ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത സ്ഥലത്തൂടെ വെട്ടിയെടുക്കാം. അതുപോലെ ഈ പാൻറ്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ 1-2 സ്ഥലങ്ങളിൽ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും കയറി വെട്ടിക്കളയരുത്. കറക്റ്റ് നമ്മൾ എവിടെയാണോ കട്ടിങ് ഇടേണ്ടത് അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ വെട്ടിയെടുക്കാനായിട്ട്. നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ജസ്റ്റ് A എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ വെട്ടിയെടുത്ത ഈ പോർഷൻ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് ബാക്ക് പോർഷൻ വെട്ടാനുള്ള ബാക്കി പീസ് നമ്മൾ ഇതേപോലെ തന്നെ ജസ്റ്റ് 2 ആയിട്ട് മടക്കിയിട്ട് വിരിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ പാൻറ്റിൻ്റെ ബാക്ക് പോർഷനാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യമേ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യമേ വെട്ടിയെടുത്ത പാൻറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ വരച്ചു കൊടുത്ത ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ താഴെയായിട്ട് വേണം നമ്മുടെ ഈ പാൻറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ വരാനായിട്ട്. ഇതേപോലെ നല്ല നീറ്റായിട്ട് ഈ ഫ്രണ്ട് പോർഷൻ നമ്മൾ വെച്ച് കൊടുക്കണം. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ ബാക്ക് പോർഷനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താഴെയും സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും ലെങ്ത് നമ്മൾ സെയിം ആയിരിക്കുമല്ലോ. അതായത് ഈ സൈഡും താഴെയും നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെയിം അളവിലായിരിക്കും. പക്ഷേ ഈ ക്രോച്ച് വരുന്ന ഏരിയയിൽ സെയിം അളവിലായിരിക്കില്ല. എന്നാലും ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് വരച്ചിട്ട് പിന്നെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഫ്രണ്ട് പോർഷൻ്റെ സെയിം അളവിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നിന്നും 2 ഇഞ്ച് നീക്കി ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ റെഡി അളവെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹിപ്പിൻ്റെ പോയിന്റിൽ നിന്നും കാലിൻ്റെ താഴ്വശം ഏറ്റവും എൻഡ് വരെ ഇതേപോലെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് ഫുൾ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ റെഡി അളവാണ്. അതിൽ നിന്നും 2 ഇഞ്ച് നീക്കി വേണം ബാക്ക് പോർഷൻ മാർക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതേപോലെ കാലിൻ്റെ താഴ്ഭാഗം വരെ 2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് എവിടേക്കാണോ ഈ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് അതൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നാലേ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി പാൻറ്റിൻ്റെ ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും നമ്മൾ എങ്ങനെയാണോ ചെറിയൊരു ഷേപ്പായിട്ട് വരച്ചെടുത്തത് അതുപോലെ തന്നെ വരച്ചെടുക്കണം. ഇനി താഴോട്ടുള്ള പോർഷൻസ് എല്ലാം സ്ട്രെയിറ്റ് ലൈനാണ്, അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബാക്ക് പോർഷൻ്റെ മാർക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ A എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് പീസ് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് പീസിനേക്കാളും ഒരു 2 ഇഞ്ച് ലെങ്ത്ത് ബാക്ക് പീസ് കൂട്ടിയാണ് എടുത്തത്. അത് ക്രോച്ച് ലെങ്ത്തിൻ്റെ പോയിന്റിൽ നിന്നും ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഈ ബാക്ക് പീസിനെ B എന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ബാക്ക് പീസിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതനുസരിച്ചിട്ട് നമ്മുടെ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പാൻറ്റിൻ്റെ ഈ സെൻറ്റർ പോർഷൻ നമുക്ക് ജോയിൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷെ നമ്മളത് ഓപ്പൺ ചെയ്ത് കൊടുത്താലേ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ പാൻറ്റിൻ്റെ കട്ടിങ് കഴിയാൻ നേരത്ത് നമുക്ക് ഫ്രണ്ട് പീസ് 2ഉം ബാക്ക് പീസ് 2ഉമായിട്ട് 4 പോർഷനായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ 2 പീസ് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ജോയിൻ്റ് ആയിട്ടുണ്ടല്ലോ, ആ പോർഷൻ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. ഇതെന്തിനാണ് ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് വെട്ടിയതെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. ഇത് നമ്മുടെ ബാക്ക് പോർഷൻ്റെ ഒരു സൈഡിലെ പീസാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രണ്ട് പോർഷൻ്റെ ഒരു സൈഡാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തെടുത്ത ആ ഏരിയ ഉണ്ടല്ലോ, അത് ബാക്കിലെ ഒരു പീസും ഫ്രണ്ടിലെ ഒരു പീസുമാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഒരു സൈഡിലെ കാലെന്ന് പറയണത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്താലേ ഇതേ മെത്തേഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ നേരത്ത് ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. 36 ഇഞ്ച് ഹിപ്പ് സൈസ് വരുന്ന ഒരു പാൻറ്റിൻ്റെ കട്ടിങ്ങാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്